അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാ നാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര് ഞാൻ मेरा नाम चांदनी। അച്ഛാ, मेरा नाम काजोल। രണ്ടാനച്ഛ, ബഹുത്തച്ഛ. मेरा नाम करोल। ഞങ്ങളൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോള്, ഇവിടെ എന്നും കരോളാണോ? ഓ, എന്നെല്ലാം ചേർക്ക വെളുത്തവാവും കറുത്തവാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചിട്ട്. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ, ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിലുണ്ട് ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂടുപിടിച്ചുകൊണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ വേറെ ഒരു പണിയില്ലല്ലോ അല്ലേ? കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങിക്കോളും ചീട്ട് കളിക്കാൻ. ഈ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ പണിയുണ്ട്, ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം, ഇതെല്ലാം നോക്കണ്ടേ? വെറുതെ എങ്ങനെ ഇരുന്നാ മതിയോ? ലാസ്റ്റ് ഡേ ഒരു ബാർ സെറ്റപ്പും കൂടി ആയ സൂപ്പറായി. ഓ, നിനക്ക് പിന്നെ വേറൊരു ചിന്തയില്ലല്ലോ, ബാർ മാത്രം. ഓ, സ്വപ്നലോകത്ത് രാജകുമാരി എത്തി. चाची, आप मेरे साथ एक बार आ सकते हैं? क्या हुआ? मुझे आपसे बात करनी है। क्या प्यार? हाँ, पर मैं उससे सिर्फ एक बार मिली हूँ अब तक। एक बार मिली हो ना? हाँ, वही काफी है। पर मैं अपनी दिल की बात उससे कहना चाहती हूँ। एक पुरानी फिल्म है मेरे महबूब, उसमें रफी साहब का एक गाना है, मैं तुम्हें वो लिख के देती हूँ. ദിയ ആ വരികൾ വായിച്ചു പഠിച്ചു. മേരെ മെഹബൂബ് തുझे മേരി മൊഹബത്ത് കി കസം. പവന്റെ മുഖത്ത് നോക്കി ആ ഗാനത്തിന്റെ അർത്ഥം അവൾക്ക് പറയണം. അതിനുവേണ്ടി അവൾ മതില് ചാടാൻ തന്നെ തീരുമാനിച്ചു. പെമ്പിള്ളേര് മതില് ചാടൂ? എന്താ പെമ്പിള്ളേർക്ക് മതില് ചാടിയാല്? ഈ പ്രേമകഥ ഉണ്ടായ കാലം തൊട്ട് മതില് ചാടുന്നല്ല ആണുങ്ങളല്ലേ. ഇതൊരു ചേഞ്ച് ഇരിക്കട്ടെ. पवन, पवन, पवन. കുറെ നേരം പോയിട്ട്. കവലപ്പെടാതെ, കാതലുക്ക് മര്യാദയില്ല, നേരമില്ല, കാലമില്ല. हाय. ഹായ്, एक्चुअली मुझे तुमसे कुछ जरूरी बात करनी है. क्या बताना है? അയ്യോ, ദേ ആരോ വരുന്നു. ओह नो, लगता है कोई आ गया है. मुझे अभी जाना है. ओके, मैं तुमसे बाद में मिलती हूँ. बाद में मिलती हूँ. बाय बाय बाय. पर बात बाय बाय. നല്ലൊരു ചാൻസ് കളഞ്ഞു. ബഡാ ഠാക്കൂർ കണ്ടു കാണും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പെമ്പിള്ളേര് വേണ്ടാത്ത പണിക്ക് പോരുന്നു. വേണ്ടാത്ത പണിയായിരുന്നെന്ന് പിറ്റേന്ന് യാമിനിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. पवन बड़े ठाकुर साहब का इकलौता बेटा है और वो उसका बाल विवाह कर चुके हैं. പവന്റെ വിവാഹം ബാല്യകാലത്തിലേ നടന്നു കഴിഞ്ഞിരുന്നു. ബഡാ ഠാക്കൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകള് പൂനത്തെ കൊണ്ട് പവനെ ബാല്യത്തിലെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ പൂനം അമേരിക്കയിൽ പഠിക്കുക. പഠനം പൂർത്തിയായി വന്നാലുടൻ ശരിക്കുള്ള വിവാഹം നടക്കും. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി യാമിനിയുടെ അച്ഛൻ പറഞ്ഞു. പൂനത്തിന്റെ ചേച്ചിയുടെ ദുരന്തം. രാജ്പുത്ത് അല്ലാത്ത മറ്റാരോ ആയി പ്രണയത്തിലായിരുന്നു അവർ. വിവരമറിഞ്ഞ സഹോദരൻ വിക്രം സിംഗ് അവളെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നു. വിക്രം സിംഗ് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു. എന്നിട്ട് നീയൊക്കെ അവന്റെ പുറകെ കൂടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്.
പ്രേമത്തിന് കണ്ണില്ലടാ. കറക്റ്റ്. കാതലക്ക് മൂഞ്ചിയേ കിടയത്. അതങ്ങ് തമിഴ്നാട്ടിലെ ഇവിടെ പെണ്ണുങ്ങളും മൂഞ്ചു നോക്കിയേ കാതലേക്ക്. എന്റെ കാര്യം കണ്ടില്ലേ? ഞാൻ പാടാം പ്യ പ്യ ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, പിറവകൾക്കാവശ്യമുണ്ട്, ഞാനിലിടം अबे इधर आ तू, इधर आ। സമ്മാനം ഇപ്പൊ തന്നെ തരാൻ प्या 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 किया जा रहा है। പോകും. चल भाग। प्या 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 किया जा रहा है। അടി കിട്ടിയല്ലേ? ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. ആ എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങോടെ ഈ രാത്രി തോക്കുമായിട്ട് പോണേ? നായാട്ടിന്. ആഹാ. പകല് മൊത്തം വെള്ളമടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി അംഗനവാടി ഇവിടെ. आजा. बड़ी खुश है तू? सुनिए, हाँ. कल रात तुम क्यों आए थे? क्या बताने आए थे? मैं बताती हूँ. तुम्हारा संगीत तो मुझे समझ में नहीं आया, लेकिन तुम्हारी आंखों से इस गाने का मतलब पता चल गया. मुझे भी तुम्हें कुछ बताना है. बोलिए. मैं पवन, जी पापा, मेरे जाने का वक्त हो गया है. कल मैं घोड़ों के साथ पुष्कर मेला में जाऊंगा. अगर आप वहां आओगे तो मैं आपको सब कुछ बताऊंगा. मैं चलूं? ഞാൻ വരുന്നില്ല. എന്ത്? എനിക്ക് പവനെ കാണണം. എനിക്ക് പുഷ്കറിൽ പോകണം. നിന്നെയൊക്കെ രാജസ്ഥാനിൽ അയച്ചപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുള്ളൂ എന്ന്. ഏതായാലും ഇത്രയൊക്കെ ആയി. ഇനി ഒരു ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് മതി ബാക്കി. അല്ല എവിടെയായി പുഷ്കർ? രാജസ്ഥാനില് 10-30,000 ഒട്ടകങ്ങള്, കുതിരകള്, വലിയ മേളയാണ് പുഷ്കർ മേള. हर वर्ष कार्तिक मास में ഇത് ലോകത്തിലെ അപൂർവമായ ബ്രഹ്മക്ഷേത്രമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ പുഷ്കർ നദിയിൽ ബ്രഹ്മാവിന്റെ താമരപ്പൂവിന്റെ ഇതളുകൾ വീഴും. അപ്പോ പുഷ്കറിൽ മുങ്ങി നിവർന്നാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. उस नदी में स्नान किया जाए तो मन की हर
അർണോൾഡിനെ പോലെ മിസ്റ്റർ യൂണിവേഴ്സ്, അല്ലെങ്കിൽ വേണ്ട ഒരു ബോളിവുഡ് ആക്ടർ. സ്പിരിറ്റിന്റെ ടാക്സ് ഒന്ന് എടുത്ത് കളഞ്ഞാ മതിയേ. हे भगवान, MBA के बाद मुझे बहुत बड़ी कंपनी में नौकरी दिला देना. கடவுளே, எனக்கு ஒரு கவுண்டர் ஆக வேணும். Look there. मैं तुमसे प्यार करती हूँ. എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല, ഈ കൈ നിറച്ച് ഞാൻ വളം മേടിച്ചു തരും. मुझे डर लग रहा है, मेरे पति ने देख लिया तो. നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണിനല്ലേ? ക്യാ? അതിനിടയിൽ നീ പതി പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. क्या बोलता है तू? എന്റെ മൂഡ് മൊത്തം പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം. എടാ ദുഷ്യന്തൻ, ദുഷ്യന്ത, ഏ? നിന്റെ കെട്ടിയവന് മലയാളം അറിയാവോടി? क्या हुआ? क्या? ഇവരായിരുന്നു ആഹാ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? രണ്ടുപേരും. ആ, അയ്യേ, പറഞ്ഞ പോലെ ഇതേ ഈ കുട്ടി. ഇതിന്റെ അച്ഛനും അമ്മ ആരെങ്കിലും ഉണ്ടോ? ആങ്ങളമാരായാലും മതി. മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരി അടിച്ചു മാറ്റി? പിടിക്കപ്പെട്ട ഇനി രക്ഷയില്ല. ലോകത്തിലെ ഭാഷ പ്രശ്നമില്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബാറും, മറ്റൊന്ന് അതെ അതെ, പ്രണയവും. டேய் ஜாகிரதை, இவங்க ஹஸ்பண்ட் உன்னை பார்த்தா வச்சுக்கோ, கொன்னுடுவேன். എടാ, ഞാൻ ഇവിടെ ഉള്ള വിവരം ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ മതി. ഇച്ചിരി കൂടി ഒട്ടി നിന്നു. ആരെങ്കിലും ചോദിച്ചാൽ സയാമിസികളാണെന്ന് പറഞ്ഞാൽ മതി. എടാ, അധികം ബഹുമാനമൊന്നും വേണ്ട. ഇരി. ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. കാലം മംഗവാലം ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. സ്വപ്നത്തിൽ ഓടുന്ന പോലെ മണ്ണിലേക്ക് ഓടിയിട്ട് നീങ്ങുന്നു. നിങ്ങളെല്ലാരും എന്നെ അവിടെ കൊണ്ടുപോകേ. അയ്യോ, ഓട്ടോത്തിന് കയറ്റി ഇരുത്തല്ലേ. എനിക്കിതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ, ഇതിന്റെ ഗിയർ അവിടെ. ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞാളാ. விக்ரம் சிங், அந்த வில்லன் வந்ததுனால மொத்த സ്റ്റോറിയും മാറിപ്പോச்சு. അല്ലെങ്കിൽ ഒരു വില്ലന്റെ വരവ് നന്നായി. നിനക്കൊക്കെ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു.